ദൈവനാമം മഹത്വപ്പെടുമാറാട്ടെ. കഴിഞ്ഞ സെഷനിൽ നമ്മൾ സുവിശേഷകന്മാർ എന്നുള്ള കൃപാവരം ഒരുമിച്ച് പഠിച്ചു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അങ്ങനെ അധികം ആരും സംസാരിക്കാത്ത വിഷയങ്ങളാണ് നമ്മളിവിടെ ഈ ഒരു വേദിയിൽ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമുക്കത് പൂർണ്ണമായ രീതിയിൽ തന്നെ വചനം എന്തൊക്കെ പറയുന്നു അതൊക്കെ പൂർണ്ണമായ രീതിയിൽ തന്നെ അംഗീകരിക്കുവാനും നമുക്ക് ഇടയാകട്ടെ. അതുപോലെ തന്നെ അധികം ആരും സംസാരിച്ചിട്ടില്ലാത്ത, ഡിസ്കസ് ചെയ്തിട്ടില്ലാത്ത ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഉപദേഷ്ടാക്കന്മാർ. ഈ വാക്ക് നമ്മൾ പലതവണ കേൾക്കുന്നുണ്ടെങ്കിലും എന്താണ് ഈ ഒരു പ്രത്യേക കൃപാവരം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളത് നമുക്ക് അധികം പേർക്ക് അത്ര ഗ്രാഹ്യമില്ല. ഈ ഒരു സെഷനിൽ നമുക്ക് ആ ഒരു ശ്രമത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ഉപദേഷ്ടാക്കന്മാരെന്നുള്ള വാക്ക് ഈ പറയുന്ന വാക്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റോമാലേഖനം 12:7, 1 കൊരിന്ത്യർ 12:28, പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച എഫെസ്യ ലേഖനത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിലും. In the New Testament, teaching is often simply an explanation and application of Scripture. പുതിയ നിയമത്തിൽ ഉപദേഷ്ടാക്കന്മാർ ചെയ്യുന്ന ഈ പ്രവൃത്തിക്ക് 2 തലങ്ങളുണ്ട്. അതിലൊരു തലമാണ് തിരുവെഴുത്തിനെ വിശദീകരിച്ചിട്ട് അത് എങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടത് എന്നുള്ള ആലോചന പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിൻ്റെ 1-ാമത്തെ തലം. അതാണ് ഒന്ന്. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 15:35, പിന്നെ 18:11, പിന്നെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളുമാണ്. സമയമില്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും വായിക്കണ്ട. ടീച്ചിങ്ങിൻ്റെ മറ്റൊരു തലം റെപ്പറ്റീഷൻ ആൻഡ് എക്സ്പ്ലനേഷൻ ഓഫ് അപ്പോസ്റ്റോലിക് ട്രഡീഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പോസ്തലന്മാരിൽ നിന്നും കിട്ടിയ നിർദ്ദേശങ്ങളെ ആവർത്തിച്ച് പറയുകയും അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ. അപ്പോൾ ഈ ടീച്ചിങ് എന്നുള്ള വാക്കിൽ ഈ 2 കാര്യങ്ങളാണ് ഉൾപ്പെട്ട് നിൽക്കുന്നത്. ഈ ഒരു പ്രത്യേക കൃപാവരത്തെ വെച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിൽ വെക്കേണ്ടതായിട്ടുണ്ട്. നമ്പർ 1, the gift of teaching extends to a number of people who are in leadership roles and those who are outside of leadership roles. സഭയിൽ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർക്കും അതോടൊപ്പം തന്നെ അതല്ലാത്തവരായിട്ടുള്ള ചില ആൾക്കാരിലും ഈ പ്രത്യേക കൃപാവരം നമുക്ക് കാണുവാൻ സാധിക്കും. നേതൃസ്ഥാനത്ത് നിൽക്കുന്ന അപ്പോസ്തലന്മാർ അവർ ഓൾറെഡി കഴിഞ്ഞുപോയി. സുവിശേഷകന്മാർ, മൂപ്പന്മാർ എന്നിങ്ങനെയുള്ള കൂട്ടത്തിൽ ഈ ഒരു പ്രത്യേക കൃപാവരം ഉണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ ഇങ്ങനെ പറയാം: Are all teachers apostles? No. But are all apostles teachers? Yes. എല്ലാ ഉപദേഷ്ടാക്കന്മാരും അപ്പോസ്തലന്മാരാണോ? അല്ല. എന്നാൽ എല്ലാ അപ്പോസ്തലന്മാരും ഉപദേഷ്ടാക്കന്മാരാണോ? അതെ. അത് ഒരു വശം. ഓക്കെ, നമ്മൾ പുതിയ നിയമത്തിലെ പല വാക്യങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നമുക്ക് ബോധ്യമാകും. അപ്പോസ്തല പ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും എന്നൊക്കെ പറഞ്ഞാണ് നമ്മളവിടെ വായിക്കുന്നത്. ദി അപ്പോസ്റ്റൽസ് ഇൻ ദി ന്യൂ ടെസ്റ്റമെൻറ്റ് ഫങ്ഷൻഡ് ആസ് ലീഡേഴ്സ് ആൻഡ് ഹാഡ് ദി ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ്. പുതിയ നിയമ കാലയളവിൽ അപ്പോസ്തലന്മാർ സഭയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ നേതാക്കളായിട്ട് ഫങ്ഷൻ ചെയ്യുകയും അവർക്ക് ഉപദേഷ്ടാവ് എന്നല്ലെങ്കിൽ ഉപദേശിക്കുക എന്നുള്ളതിൻ്റെ കൃപാവരം അവർക്കുണ്ടായിരുന്നു. ഇനി അപ്പോസ്തലനായ പൗലോസിനെ നമുക്കൊന്ന് എക്സാമിൻ ചെയ്ത് നോക്കാം. പൗലോസ് ഒരു അപ്പോസ്തലനായിരുന്നു, അതോടൊപ്പം തന്നെ ഒരു സുവിശേഷകനായിരുന്നു. കാരണം അദ്ദേഹം പല സ്ഥലങ്ങളിലും പോയി കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചിട്ടുണ്ട്, സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ താൻ ശുശ്രൂഷ ചെയ്ത ഏതൊരു സ്ഥലത്തും താൻ ഒരു മൂപ്പനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടില്ല. ഹി ഹാസ് നോട്ട് മിനിസ്റ്റേർഡ് ആസ് എൻ എൽഡർ എനിവേർ ദാറ്റ് ഹി മിനിസ്റ്റേർഡ്.
എന്നാൽ താൻ ഉൾപ്പെട്ടു നിന്ന പല സഭകളിലും താൻ തുടർമാനമായിട്ട് വചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 11-ാമത്തെ അധ്യായത്തിൽ ബർന്നബാസും പൗലോസും കൂടി ചേർന്നാണ് 1 വർഷത്തോളം ആ സഭയിൽ പഠിപ്പിച്ചത്. അത് നിമിത്തം ശിഷ്യന്മാർക്കൊരു പേര് വീണു, ക്രിസ്ത്യാനികൾ എന്നുള്ള പേര്. പിന്നെ നമ്മൾ അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ ചില പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും കാണുന്നുണ്ട്. അതിൽ 2 പേരാണ് ബർന്നബാസും പൗലോസും. അപ്പോൾ അന്ത്യോക്യയിലെ സഭയിൽ താൻ വചനം തുടർമാനമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ 18-ാമത്തെ അധ്യായത്തിൽ കൊരിന്ത്യൻ പട്ടണത്തിൽ 1.5 വർഷമാണ് താൻ വചനം പഠിപ്പിച്ചത്. പിന്നീട് അപ്പോസ്തല പ്രവൃത്തി 20-ലും അവിടെയും അത് താൻ പറയുന്നുണ്ട്. പിന്നെ 2 തിമോത്തിയോസ് 3:10. അങ്ങനെ ഈ പറഞ്ഞ വാക്യങ്ങളിൽ നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, താൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ താൻ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനുള്ള കൃപാവരങ്ങൾ 1 ഒരു അപ്പോസ്തലനാണ്, 2 ഒരു സുവിശേഷകനാണ്, പിന്നെ താനൊരു ടീച്ചറാണ്. തനിക്കില്ലാത്തൊരു കൃപാവരമാണ് ഇടയ ശുശ്രൂഷ. എവിടെയും താൻ ചെയ്തിട്ടില്ല. ഇനി തിമോത്തിയോസ് എന്ന വ്യക്തിയെ നമുക്കൊന്ന് നോക്കാം. ടിമോത്തി വാസ് എൻ ഇവാഞ്ചലിസ്റ്റ്. തിമോത്തിയോസ് ഒരു സുവിശേഷകനായിരുന്നു എന്നുള്ള കാര്യം 2 തിമോത്തിയോസ് 4:2 വ്യക്തമാണ്. നീയോ സുവിശേഷകൻ്റെ വേല ചെയ്യുക എന്നുള്ള കാര്യം നമ്മളവിടെ കാണുന്നുണ്ട്. ഓക്കെ. പൗലോസ് 1 തിമോത്തിയോസ് 4:13-ലും 16-ലും തിമോത്തിയോസിന് ഇപ്രകാരമുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. ഹി ഹാഡ് ടു ഫോക്കസ് ഓൺ ഹിസ് ടീച്ചിങ്. നമുക്കൊന്ന് വായിക്കാം അത്. 1 തിമോത്തിയോസ് അധ്യായം 4 അതിൻ്റെ 13-ഉം 16-ഉം വാക്യങ്ങൾ. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയിൽ ശ്രദ്ധിച്ചിരിക്കുക. മൂപ്പന്മാരുടെ കഴിവോടുകൂടെ പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ. ഓക്കെ, യെസ്. അപ്പോൾ ആ ഒരു കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഹീ ഷുഡ് നോട്ട് നെഗ്ലക്റ്റ് or he should give public attention to teaching. ഉപദേശം കൊടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തണം. 16-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ കാണുന്നത്? അതെ, സൂക്ഷിച്ചു കൊള്ളുക. നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി മൂപ്പന്മാരെന്നുള്ള ആ ഒരു കൃപാവരം കൂടെ നമ്മൾ നോക്കിയാൽ 1 തിമോത്തിയോസ് 3:2 ഉപദേശിപ്പാൻ സമർത്ഥൻ എന്നുള്ള വാക്ക് നമ്മളിവിടെ കാണുന്നുണ്ട്. ആപ്റ്റ് ടു ടീച്ച് എന്നുള്ളത്. ഇനി 2 തിമോത്തിയോസ് 2:24 നമ്മൾ കാണുന്നൊരു കാര്യം, ഒരു ദൈവദാസൻ, ഒരു കർത്തൃദാസൻ ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. അപ്പോൾ ഇപ്രകാരമാണ് നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ ഈ ഒരു വേലയിൽ ഏർപ്പെടേണ്ടത്. അപ്പോൾ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നേതൃസ്ഥാനത്തിലല്ലാത്തവരിലും ഈ ഒരു കാര്യമുണ്ട്. ചിലരിൽ, എല്ലാവരിലുമില്ല, ചിലരിൽ. അപ്പോൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾക്കാരും ഈ ഒരു പ്രത്യേക കൃപാവരമുള്ളവരാണ്. എന്നാൽ ഒരു സദസ്സ് മുഴുവൻ വിളമ്പാനല്ല, ഒരു പ്രത്യേക സെക്ഷനിലേക്ക് വിളമ്പാനായിരിക്കും അവരുടെ ദൈവവിളി. ഓക്കെ. എന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂൾ എടുക്കുന്ന സഹോദരിമാർക്കും ആ കൃപാവരമുണ്ട്. പക്ഷെ അത് സഭയിൽ മൊത്തത്തിൽ പറയാനല്ല, അവർക്കായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ആ ഒരു ക്രൗഡിനെ മിനിസ്റ്റർ ചെയ്യുക. പിന്നെ യൂത്ത് ലീഡേഴ്സ്, യുവാക്കന്മാരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ചില വ്യക്തികളുണ്ടാവും. അവരും ഈ പറയുന്ന കാര്യത്തിൽ ഏർപ്പെട്ട് നിൽക്കുന്നവരാണ്, ടീച്ചിങ് ദ യൂത്ത്. പിന്നെ അപ്പോളജറ്റിക്സ്, വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യുവാൻ വേറൊരാൾ നമ്മളുടെ തിരുവെഴുത്തിനെയും ഉപദേശത്തെയും
ഒക്കെ അതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർക്കെതിരെ മറുപടി കൊടുക്കണ്ടേ? മറുപടി കൊടുക്കണമെങ്കിൽ അവരും ഇത് നല്ലപോലെ ടീച്ച് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം, അല്ലാതെ പറ്റില്ല. ഓക്കെ. പിന്നെ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ, ഇപ്പോൾ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഒരു ഇടയ ശുശ്രൂഷയോ ഒന്നും ഉണ്ടാവണമെന്നില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ബൈബിൾ കോളേജുകളിൽ പഠിപ്പിക്കുന്ന എല്ലാവർക്കും ഒരു സഭയെ പരിപാലിക്കാനുള്ള വിളി ചിലപ്പോൾ ഇല്ലെന്ന് വരാം. എന്നാൽ അവരാ ഒരു ഉത്തരവാദിത്വം, ടീച്ചിങ് എന്നുള്ള ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിൽ അവരത് പ്രവർത്തിക്കുന്നുണ്ട്, അതിലൂടെ അവരത് യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമതായിട്ട് ഓർക്കേണ്ടത്. ഓക്കെ. രണ്ടാമതായിട്ട്, ടു റൈറ്റ്ലി എക്സ്പ്ലെയിൻ ദ വേർഡ് ആൻഡ് ടു അപ്ലൈ ഇറ്റ് ടു പീപ്പിൾസ് ലൈഫ്സ്, one must have the right understanding of God's word, a right understanding of the context. തിരുവെഴുത്ത് ശരിയായ രീതിയിൽ വിശദീകരിക്കണമെങ്കിൽ, ജനങ്ങളുടെ ജീവിതത്തിൽ ഇത് എപ്രകാരം പ്രായോഗികമാക്കണമെന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, ഉപദേഷ്ടാവിന് ദൈവത്തിൻ്റെ വചനത്തെപ്പറ്റി ഒരു നല്ല ഗ്രാഹ്യം ഉണ്ടായിരിക്കണം. ഇത് എഴുതി വെച്ചതിൻ്റെ സന്ദർഭവും ശരിയായ രീതിയിൽ അറിഞ്ഞിരിക്കണം. He or she, as in മൂപ്പനായിട്ടും ഉപദേഷ്ടാവായിട്ടും സുവിശേഷകനായിട്ടും പൊതുവായിട്ട് സഭയിൽ ഉപദേശിക്കുന്ന ആൾക്കാരും ചെറിയ ചെറിയ ഗ്രൂപ്പ്സിൽ സൺഡേ സ്കൂളിലോ യൂത്ത് മീറ്റിങ്ങിലോ ഒക്കെ ഉപദേശിക്കുന്ന ആൾക്കാരും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കേണ്ട ഒരു തത്വമാണ് ദാറ്റ് പേഴ്സൺ മസ്റ്റ് നോ ടു ഇൻ്റർപ്രറ്റ് ദ വേർഡ് ഇൻ ദ റൈറ്റ് മാനർ. ആ വ്യക്തിക്ക് വചനം ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കണം. വൈ? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിമാൻഡ് വചനം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത്? ബിക്കോസ് ഓൾ സ്ക്രിപ്റ്റേഴ്സ് ആർ ഗോഡ് ബ്രീത്ഡ് ആൻഡ് ഇസ് പ്രോഫിറ്റബിൾ ഫോർ ടീച്ചിങ്. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാണ്, അത് ഉപദേശത്തിനായിട്ട് എന്താണ്? ഉതകുന്നതാണ്. 2 തിമോഥെയോസ് 3:16. അപ്പോൾ ദൈവം ഈ തിരുവെഴുത്തിനെ തന്നെ ആത്മാവിനാൽ മനുഷ്യർക്ക് കൊടുത്തതാണെങ്കിൽ ആ തിരുവെഴുത്ത് മനുഷ്യനെ പഠിപ്പിക്കുവാൻ പ്രാപ്തിയുള്ളതാണെങ്കിൽ ആ വ്യാഖ്യാനത്തിൻ്റെ കാര്യത്തിൽ ഒരു ലാഘവവും ഒരു വ്യക്തിക്ക് പാടില്ല. ചില ആൾക്കാർ തോന്നിയതുപോലെയാണ് വചനം വ്യാഖ്യാനിക്കുന്നത്. ഒരു നിയമവും പാലിക്കാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വചനം അങ്ങ് വ്യാഖ്യാനിക്കും. ആ സന്ദർഭം അതാണോ പറയുന്നത്, അല്ലേ പറയുന്നത് എന്നൊന്നും നോക്കുന്നില്ല, തോന്നിയതുപോലെ. പക്ഷെ അങ്ങനല്ല. ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം വളരെ ഭാരിച്ചതാണ്. കാരണം ഇത് കേൾവിക്കാരുടെ ആത്മീയ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ഞാനിപ്പോൾ ഒരു ഡിഷ്, ഒരു ഭക്ഷണ വിഭവം എനിക്കത് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാനത് കുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ആർക്കാണ് നഷ്ടം? ഇത് കഴിക്കുന്ന ആൾക്കാർക്കാണ് നഷ്ടം. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഞാൻ നിമിത്തം ഉണ്ടാകും. അവസാനം അവരുടെ അനാരോഗ്യത്തിന് ഉത്തരവാദി ആരാ? ഞാൻ. ശരിയായിട്ട് കുക്ക് ചെയ്യാൻ അറിയാത്ത ആൾ കുക്ക് ചെയ്യുമ്പോൾ അത് കഴിക്കുന്ന ആൾക്കാർക്കാണ് പ്രശ്നം വരുന്നതെങ്കിൽ, ശരിയായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു സ്കില്ല് ഇതിലില്ലെങ്കിൽ കേൾവിക്കാർക്ക് ആത്മീയ ദോഷത്തിന് കാരണമാകും. നമ്മുടെ ഇടയിൽ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു പ്രശ്നം, പുൾപിറ്റ് ചാൻസ് കൊടുക്കുന്ന ഒരു വേദിയാണ്. ഒരു വ്യക്തി ആക്റ്റീവ്, നമുക്ക് ആ വ്യക്തി ഒന്ന് മുന്നോട്ട് കൊണ്ടുവരണം, ആക്റ്റീവ് ആക്കണം. ആ വ്യക്തിക്ക് ശരിയായ കോച്ചിങ്ങോ പഠിപ്പീരൊന്നും കൊടുക്കാതെ നേരെ ഇങ്ങോട്ടങ്ങ് വിടുക. ദൈവത്തിൽ ആശ്രയിച്ച് എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ആ ദൈവം ക്ഷമിച്ചോളും എന്നൊക്കെ. മണ്ടത്തരമാണത്, ശുദ്ധ മണ്ടത്തരമാണത്. അവസരം കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല, പക്ഷേ ആ അവസരം നേരായ രീതിയിൽ ഉപയോഗിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കിയിട്ട് വേണം അവസരം കൊടുക്കാൻ.
അതിനൊരു ട്രെയിനിങ് കൊടുത്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ. അത് ചെയ്യാത്തിടത്തോളം കാലം ജനത്തെയും അവരെയും അപകടത്തിലാക്കാം. കാരണം അറിയാത്ത ഒരു സ്കില്ല് അറിയാമെന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ സ്വയം വഞ്ചിതരാകുന്നു, മറ്റുള്ളവരെയും വഞ്ചിക്കുന്നു. അത് നമ്മൾ മറക്കരുത്. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദോസ് ഹു ഹാവ് ബീൻ ഗിവൺ ദിസ് ഗിഫ്റ്റ് ഓഫ് ടീച്ചിങ്, വാട്ട് എവർ റോൾ ദേ ആർ ഹോൾഡിംഗ് ഇൻ ചർച്ച് ഓർ എനി ഓർഗനൈസേഷൻ, they must be careful of their conduct and character as they involve in teaching, because when such teachers of the Bible are found to be at fault in some areas, they are bound to be judged with greater strictness. ഉപദേശിപ്പാൻ സമർത്ഥൻ അല്ലെങ്കിൽ ഉപദേഷ്ടാവെന്നുള്ള ഒരു കൃപാവരം അതുള്ള ഏതൊരു വ്യക്തിയും, അതിപ്പോൾ സഭയിലുള്ളതാകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തുള്ളതാകട്ടെ, അവർ ഈ ഒരു വേല ചെയ്യുമ്പോൾ അവർ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവരുടെ പെരുമാറ്റവും സ്വഭാവവും അവർ സൂക്ഷിക്കണം. കാരണം ഇതുപോലെ പ്രസംഗിക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കുറവ് പുറത്തു വന്നാൽ ബാക്കിയുള്ളവരെക്കാൾ കൂടുതൽ ശിക്ഷാവിധി അവർക്കാണ് വരുന്നത്. നമ്മളിൽ ആരെങ്കിലും ഒരു ആക്സിഡൻറ്റ് നടത്തുന്ന പോലല്ല ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആക്സിഡൻറ്റിൽ ഏർപ്പെടുന്നത്. നമുക്കാരെയും ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം ഇല്ലാത്തതുകൊണ്ട് ഒരു ഫൈൻ നമുക്ക് കിട്ടും. ഒരു ആക്സിഡൻറ്റ് നടന്നാൽ ആ ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഫൈനാണോ ഉണ്ടാവുന്നത് അത് നമുക്ക് കിട്ടും. പക്ഷേ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആൾ കള്ളു കുടിച്ച് വണ്ടി ഓടിക്കാവും? ഒരിക്കലുമില്ല. കാരണം ആ വ്യക്തി നിയമത്തിൻ്റെ മുന്നിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമാണത്. പഠിപ്പിക്കേണ്ട ആൾ പഠിപ്പിക്കുന്നതിന് വിരോധമായിട്ട് ഡ്രൈവ് ചെയ്താൽ ആ വ്യക്തിക്ക് കൂടുതൽ ശിക്ഷാവിധിയാണ് നിയമം അനുശാസിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെയും. ദൈവത്തെ കൂടുതൽ അറിയാനുള്ള അവസരമാണ് പഠിപ്പിക്കുന്ന ഒരാൾക്കുള്ളത്. ബിക്കോസ് ഹീ ഹാസ് ടു സ്പെൻഡ് മോർ ടൈം ദാൻ ദി അതേഴ്സ്. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്ന ആൾക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല ബൈബിൾ വായിക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ ഇടയിൽ അതാണ് ഒരു പോരായ്മ. ബൈബിൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ജോലിയാണ്. ഞങ്ങൾക്കൊന്നും അത്രയും പഠിത്തമില്ല, ഞങ്ങൾക്കൊന്നും അത്രയും ഡെഡിക്കേഷൻ ഇല്ല, വെളിയില്ല. അതല്ല, എല്ലാവർക്കും ബൈബിൾ പഠിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ഇവർക്ക് അതിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. നമുക്കെല്ലാവർക്കും ഡ്രൈവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പക്ഷേ ഈ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആൾ ഡ്രൈവ് ചെയ്യുന്നുമുണ്ട്, ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതുപോലെയാണ് ഇതും. സോ ഈ ഒരു കാര്യം നമ്മൾ എല്ലായ്പ്പോഴും ഓർമ്മിക്കുക. ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഇറ്റ്സ് നോട്ട് എ ജോക്ക്. ഇതൊരു തമാശയല്ല. ഈ ആക്ടിവിറ്റി ഒരു തമാശയല്ല. ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പാലിച്ചിട്ടില്ല എങ്കിൽ എനിക്ക് കൂടുതൽ ശിക്ഷാവിധിയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും വചനം പഠിക്കണം. ഇവരുടെ ജോലി പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ ഇതിനോടകം 3 കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഒരു കൃപാവരത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചില ആപ്ലിക്കേഷൻസും കൂടെ പറഞ്ഞ് നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാം. നമ്പർ 1, always have a teachable mind if you are to be effective as a teacher. നിങ്ങളൊരു വേദ അധ്യാപകനായിട്ട് ഇരിക്കുകയാണെങ്കിൽ കാര്യക്ഷമതയോടെ നിങ്ങൾക്കത് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങൾക്കും പഠിക്കാനുള്ളൊരു മനോഭാവം ഉണ്ടായേ പറ്റൂ. Don't stop. Learning doesn't stop as far as scriptures are concerned. തിരുവെഴുത്തിനെ സംബന്ധിച്ചിടത്തോളം ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു ഘട്ടം നമുക്ക് ഉണ്ടാവുന്നില്ല. ഒരു ഉദാഹരണത്തിന് ഞാനിവിടെ യോനയുടെ പുസ്തകം എടുത്തിട്ടുണ്ട്. 2012 ഞാനിത് വായിച്ചപ്പോൾ
ഒറ്റ മെസ്സേജ് കൊണ്ട് ആ മുഴുവൻ പുസ്തകം തീർത്തു. പക്ഷേ ഏകദേശം ഒരു 10 വർഷം ഇപ്പുറം, അതായത് 2021-22 കാലയളവിൽ ഞാനത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അന്ന് കാണാത്ത പല കാര്യങ്ങളും എനിക്കിന്ന് കുറച്ചുകൂടെ പ്രായമായപ്പോൾ കുറച്ചുകൂടെ വിശാലമായിട്ട് അതിനെ കാണുവാൻ ഇടയായി. ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ അത് പിന്നെയും അതേ ഭാഗം തന്നെ പിന്നെയും ഞാൻ ഇന്ന് കാണാത്ത പല കാര്യങ്ങളും അന്ന് ഞാൻ കാണാം. അപ്പോൾ ഞാനെല്ലാം പഠിച്ചു തീർന്നു, ഇനി എനിക്ക് പഠിക്കുവാനൊന്നുമില്ല എന്നുള്ള ഒരു ഘട്ടം എത്തത്തില്ല. അതെത്തി എന്നോട്ട് ചിന്തിക്കുകയും വേണ്ട. പഠിത്തം ഒരിക്കലും അവസാനിക്കുന്നില്ല. ദാറ്റ്സ് ദ ബ്യൂട്ടി ഓഫ് ദിസ് ബുക്ക്. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്, ഞാൻ പല ആവർത്തി വായിച്ചു വിട്ട ഭാഗങ്ങൾ അതിങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അല്ലാത്തപ്പോൾ യു വിൽ നോട്ട് നോ ഇറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ വേണം ഈ ഒരു ശുശ്രൂഷയിൽ ഏർപ്പെടാൻ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് അറിയാമോ? അത് ഈ ഒരു ജോലി ഭയങ്കര ബോറടിയാവും. എല്ലാ വർഷവും ഒരേ തിയറം തന്നെ മാത്സിൽ പഠിപ്പിക്കുമ്പോഴും ആ ചെയ്യുന്ന ആൾക്ക് ഭയങ്കര ബോറടിയാണ്. ഈ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ വരുന്ന പിള്ളേർക്ക് ഇത് ആദ്യമായിട്ടുള്ള അനുഭവമായിരിക്കും. പക്ഷെ വർഷങ്ങളോളം അത് പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് മഹാബോറടിയാണ്. കാരണം മാത്സിൽ ഒരിക്കലും ഒന്നും വളരുന്നില്ല. അന്നത്തെ തിയറി തന്നെ ഇന്നും പഠിപ്പിക്കുന്നുണ്ട്, പുതിയതായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുമില്ല. ശരിയല്ലേ? 2+2 അന്നും 4 ആണ്, ഇന്നും 4 ആണ്. പിന്നെ പുതിയ ആൾക്കാരെ പഠിപ്പിക്കുന്നു എന്നുള്ള എക്സൈറ്റ്മെൻറ്റേ ഉള്ളൂ. ആ ടീച്ചർമാർക്ക് ആ ഒരു വിഷയം കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനുള്ള വകുപ്പ് അതിനില്ല. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇറങ്ങി ചെല്ലുമ്പോഴേ അറിയാം അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് എന്താണെന്ന്. ഞാൻ പലപ്പോഴും ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ ലോകം കാണാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ ഇതിനെ ചിന്തിക്കണം. ബൈബിൾ പഠിക്കുന്ന കാര്യം, നിങ്ങൾ വീട്ടിൽ ഒരു വലിയ അറ്റ്ലസ് അല്ലെങ്കിൽ വേൾഡ് മാപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ഓരോ രാജ്യം നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വിചാരിച്ചെങ്കിൽ ഇറങ്ങുമ്പോൾ അറിയാം എത്രത്തോളം വിശാലമാണ് ഈ ലോകമെന്ന്. ഈ ആയുഷ്കാലം മുഴുവൻ യാത്ര ചെയ്താലും തീരാത്ത അത്രയും സ്ഥലങ്ങൾ ഈ ലോകത്തുണ്ട്. അത്രയും വിശാലമാണ് ലോകമെങ്കിൽ ഈ ലോകത്തെ ഉണ്ടാക്കിയ ദൈവത്തിൻ്റെ വചനം അതിലേറെ വിശാലമാണ്. അതാണ് ഞാനിവിടെ ടീച്ചർമാർക്ക്, വചനം പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു അഡ്വൈസ്. 2, ഇഫ് യു ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി, ട്രൈ ടു ഗോ ത്രൂ എ സിസ്റ്റമാറ്റിക് ലേണിംഗ് പ്രോഗ്രാം ഓഫ് സ്ക്രിപ്ചർ വെൻ ദർ ആർ ഇനഫ് റിസോഴ്സ് പീപ്പിൾ ഫോർ ഇറ്റ്. വചനം പഠിപ്പിക്കാനുള്ള ഒരു റിസോഴ്സ് നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുവെങ്കിൽ, ആ അവസരം നഷ്ടപ്പെടുത്തി കളയാതെ എത്രയും വേഗം അതിനെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുക. അവസരം അങ്ങനെ നഷ്ടപ്പെടുത്തരുത്. ഡോണ്ട് ലൂസ് യുവർ ഓപ്പർച്യൂണിറ്റി ലൈക്ക് ദാറ്റ്. 3ാമതായിട്ട്, ദോസ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദി ആക്ട് ഓഫ് ടീച്ചിങ് സ്ക്രിപ്ചേഴ്സ് മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി റിപ്പന്റ് ഓഫ് ദെയർ പ്രൈവറ്റ് സിൻസ് ദാറ്റ് ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ. വചനം പഠിപ്പിക്കുന്ന ആൾക്കാർ ഉടനെ ചെയ്യേണ്ട കാര്യം, അവർ രഹസ്യപാപങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉടനെ മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് നിരപ്പ് പ്രാപിക്കണം. ഇപ്പോൾ അത് ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നാൽ കൂടുതൽ നാണക്കേടില്ലാതെ രക്ഷപ്പെടാം. അതല്ല, ദൈവത്തെ പരീക്ഷിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ പിന്നീട് പിടിക്കപ്പെട്ടാൽ പിന്നെ ഒന്നുമില്ല. എവറിത്തിങ് ഇസ് ലോസ്റ്റ്. എല്ലാം കയ്യിൽ നിന്ന് പോവും. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഇതൊക്കെ ചെയ്ത ആരറിയാനാ, ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്ത ആരറിയാനാ, നമ്മൾ മാത്രമല്ലേ അറിയുന്നുള്ളൂ. പക്ഷേ ദൈവം ഒരു ദിവസത്തെ പുറത്ത് കൊണ്ടുവന്നാൽ പിന്നെ മുഖം കാണിക്കാൻ പോലും നമുക്ക് ധൈര്യം ഉണ്ടാവില്ല. Confess to God and be cleansed, or else the dealing is going to be really harsh on you. ഇപ്പോൾ അവസരമുള്ളപ്പോൾ ദൈവത്തോട് മാപ്പ് ഉപേക്ഷിച്ച് ആ ചെയ്ത പാപം ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരിക. ഇല്ലെങ്കിൽ ദൈവം ഇടപെടുന്നത്, ആ ഇടപെടൽ നമുക്ക് താങ്ങാൻ പറ്റില്ല. 4ാമതായിട്ട്, ഇഫ് യു ഹാവ് ഗോൺ റോങ് ഇൻ എനി കൺക്ലൂഷൻ, ബി ഹംബിൾ ഇനഫ് ടു അക്നോളജ് ആൻഡ് ലേൺ ഫ്രം ഇറ്റ്. ഡോണ്ട് ആക്ട് ആസ് ദോ യു ഹാവ് നത്തിങ് മോർ ടു ലേൺ. നമ്മൾ വചനം പഠിച്ചു, ഒരു പ്രത്യേക പോയിന്റിൽ
ഒരു തെറ്റായ അഭിപ്രായം നമ്മൾ ഹൃദയംഗമായിട്ട് സ്വീകരിച്ചു എന്നിരിക്കട്ടെ. ഇനി നമ്മളെക്കാൾ അറിവുള്ള ഒരാൾ നമ്മളെ തിരുത്തുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയാലും നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മളുടെ ആത്മാഭിമാനം സമ്മതിക്കത്തില്ല നമ്മൾ തെറ്റിപ്പോയി എന്ന് പറയാൻ. അത്രയ്ക്ക് ഈഗോ ഉള്ളവരാണ് നമ്മൾ. പക്ഷേ നമുക്ക് ഇനിയും പഠിക്കാനുണ്ട്. നമുക്ക് തെറ്റിപ്പോയെങ്കിൽ അതിൽ നിന്നും തിരിഞ്ഞു വരാനുള്ള ഒരു മൈൻഡ് ടീച്ചിങ് ആൾക്കാർക്കുണ്ടാവണം. കാരണം ടീച്ചേഴ്സിൻ്റെ ഒരു ജോലി എന്താ? മറ്റുള്ളവരെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ കറക്റ്റ് ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ എങ്ങനെ മറ്റുള്ള ഒരാളെ കറക്റ്റ് ചെയ്യും? അതും നമ്മൾ ചിന്തിക്കണമല്ലോ. എനിക്ക് തിരുത്തപ്പെടാൻ ആഗ്രഹമില്ലെങ്കിൽ, ഞാൻ പിടിച്ച മുയലിന് 3 ഉണ്ടെന്ന് പറയുന്ന ഒരു മനോഭാവമാണ് എൻ്റേതെങ്കിൽ, പിന്നെ എനിക്ക് എങ്ങനെയാണ് അതിൽ കൂടുതൽ തെറ്റിപ്പോയ ഒരാളെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്? അത് നമ്മൾ മറക്കരുത്. എനിക്ക് ഉറപ്പുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾ ജീവിതത്തിൽ കേട്ടിട്ടില്ലെന്ന്. ടീച്ചിങ് അല്ലെങ്കിൽ ഉപദേഷ്ടാവെന്നുള്ള ബന്ധത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാനിത് പഠിച്ചപ്പോൾ ഇത് ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും വിശദമായിട്ട്, വളരെ ലാഘവത്തോടെ നമ്മൾ ഉപദേഷ്ടാവെന്ന് പറയുന്ന ആ വാക്ക് അതിന് എത്രത്തോളം വ്യാപ്തിയുണ്ടെന്ന് ഇത് പഠിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇത് കേൾക്കുന്നത് നിങ്ങൾക്കും ഇത് ആദ്യമായിട്ടാണ് മനസ്സിലാവുന്നത്. ദൈവം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത തവണ മൂപ്പന്മാർ എന്നുള്ള വിഷയം, ഒരു പക്ഷേ ആദിമ നൂറ്റാണ്ടിൽ അന്യഭാഷയായിരുന്നു ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കൃപാവരം ആയിരുന്നുവെങ്കിൽ, ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ഒരു കൃപാവരമാണ് മൂപ്പൻ സ്ഥാനം. അത് ആൾക്കാർക്കുള്ള വിളി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് തന്നെ വേണം. ഇപ്പോൾ ചില ആൾക്കാർക്ക് മോന് വലുതാകുമ്പോൾ എന്താവണം? ഡോക്ടറാവണം. സയൻസിന് മാർക്കില്ല, എന്നാലും ഡോക്ടറാവണം എന്നതുപോലെ പല ആൾക്കാർക്കും ഈ പ്രത്യേക വിളിയോട് ഉള്ള ഈ ഒരു കാര്യത്തിനോട് ദൈവവിളിയില്ല, എന്നാലും എന്താവണം? മൂപ്പനാവണം. പക്ഷെ എന്താണ് അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ഉത്തരവാദിത്തങ്ങളും അതിന് നിർവചനം എന്താണെന്നുള്ളതും എല്ലാം നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത സെഷനിൽ നമുക്ക് ദൈവം വെച്ചാൽ പഠിക്കാൻ സാധിക്കും. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.